എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആണല്ലോ, ഡെലിവറി കഴിയുമ്പോഴത്തേക്കും മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുമ്പോഴും ചിലർ പറയാറുണ്ട് ഈ ഹെയർ ഫോളിനെ പറ്റി ഭയങ്കരധികം കൺസേൺ ആണ്. ഇപ്പോൾ കാലഘട്ടത്തിൽ ഹെയർ ഫോൾ ഭയങ്കര ഒരു കൺസേൺ ആണല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ സുധിക കിറ്റിന് എന്താണ് റോൾ? അതിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും പോസ്റ്റ് പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും ഹെയർ ഫോൾ ഭയങ്കര കോമൺ ആണ്. അത് നോർമലും ആണ്. കാരണം അത് നമ്മുടെ ദേഹത്തുണ്ടാവുന്ന പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസും കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. സോ സുധിക കിറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് നമുക്ക് അറസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. പ്രൈമറിലി അവരുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ കുറച്ചുകൂടെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് നമ്മുടെ സുധിക കിറ്റിൻ്റെ അകത്തുള്ള ഒരു ഹെയർ കെയർ കോമ്പോസ് ആണ്. അതിൽ നമുക്ക് നീലിബ്രിങ്കാതി ഓയിൽ ഉണ്ട്, താളിപ്പൊടി ഉണ്ട്. സോ ഇത് നമുക്ക് ഹെയർ ഫോളിനെ തടയാനല്ല, ബട്ട് ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ഹെയർ ഓയിൽ കൊണ്ടുള്ള മസാജ് ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ പുതിയ നല്ല റിച്ച് ആയിട്ടുള്ള നറിഷ്ഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്കത് കോംബോ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവൻ സുധിക കിറ്റിൽ കോംബോ ഉണ്ട്. ഇഫ് നോട്ട് അവരെ കൺസേൺ ഹെയർ ഫോൾ മാത്രമാണെങ്കിൽ ദെൻ ദേ ക്യാൻ ഗോ ഫോർ ലൈക്ക് ഉള്ളി നീലിംബർഗ താളിപ്പൊടിയായിട്ട് അവർക്ക് യൂസ് ചെയ്യാം പ്രഗ്നൻസിയിൽ. അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരുന്നുണ്ടോ? അവർക്ക് കോൾഡ് ഉള്ള സമയത്ത് മേ ബി നമുക്ക് ആ ഫ്യൂ ഡേയ്സ് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ താളിപ്പൊടി ബിക്കോസ് ഇറ്റ്സ് കോൾഡ്, അപ്പൊ കൂടുതൽ നേരെ അവർക്ക് തലയിടാൻ പറ്റില്ല. അതുപോലെ ഓയിൽ കുറെ നാൾ നേരെ ഇട്ടിരിക്കേണ്ട. അപ്പൊ അങ്ങനെയുള്ളവർ ക്വിക്ക് ആയിട്ട് ഒരു വാഷ് ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും അഡ്വൈസ്. ഓക്കെ.